ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്വിക്ക് ചിക്കൻ റെസിപ്പിയാണ്. ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഐറ്റമാണ് ഗ്രീക്ക് ചിക്കൻ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു 800 ഗ്രാം ചിക്കനാണ്. അപ്പോൾ 800 ഗ്രാം ചിക്കന് ഒരു 6 വെളുത്തുള്ളി ഫൈൻലി ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ പെപ്പർ, 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി. എനിക്ക് കുറച്ച് സ്പൈസി ആയിരിക്കണം, അപ്പോൾ ഞാൻ പെപ്പറും ക്രഷ് ചില്ലിയൊക്കെ കുറച്ച് അധികം എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവേ. പിന്നെ എത്ര ക്വാണ്ടിറ്റി ആണോ ചിക്കൻ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ മാരിനേഷൻ കൂട്ടണം. പിന്നെ ഒറിഗാനോ ഒരു 2 ടേബിൾ സ്പൂൺ, പിന്നെ 4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, പിന്നെ 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, പിന്നെ 1 ലെമൺ, പിന്നെ പാഴ്സ്ലി അരിഞ്ഞത്. ലാസ്റ്റ് 800 ഗ്രാം ചിക്കൻ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാൻ എയർ ഫ്രൈ ആട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എയർ ഫ്രൈ വേണമെങ്കിൽ എയർ ഫ്രൈ ചെയ്യാം, എയർ ഫ്രൈ ഇല്ലാത്തവർക്ക് പാൻ ഫ്രൈയും ചെയ്യും. അപ്പോൾ നമുക്ക് മാരിനേഷൻ ആരംഭിക്കാം. ഓക്കെ, ചിക്കൻ ഇടുക. 800 ഗ്രാം ചിക്കൻ ഇടുക. എൻ്റെ ഒരു മിക്സിംഗ് ബൗളില്ല, അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും എൻ്റെ ഈ സന്തത സഹചാരിയായ പാനാണ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് എന്താ ചെയ്യുക? ഗാർലിക്ക് ഞാൻ കൈയാട്ടോ യൂസ് ചെയ്യുന്നത്. ഗാർലിക് ആഡ് ചെയ്യുക, ഒറിഗാനോ ആഡ് ചെയ്യുക, പെപ്പർ ആഡ് ചെയ്യുക, ക്രഷ്ഡ് ചില്ലി, ക്യുമിൻ പൗഡർ, പിന്നെ ഒലീവ് ഓയിൽ. ഉപ്പിടാൻ മറക്കല്ലേ. ഇപ്പം താഴെ വീണ പൊട്ടിയാൽ നമുക്ക് കുറച്ച് പാഴ്സ്ലി യൂസ് ചെയ്യുക. ലാസ്റ്റ് 1 ലെമൺ സ്ക്യൂസ് ചെയ്ത്, 1 ലെമൺ സ്ക്യൂസ് നല്ലോണം സ്ക്യൂസ് ചെയ്ത് ഇക്കടെ ഒഴിക്കുക. ഓക്കെ, ഒന്നര ടീസ്പൂൺ ഉപ്പ്. ഓക്കെ, ഇനി നമുക്ക് നല്ലോണം മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 1 hour മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു 15 to 30 minutes മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് എയർ ഫ്രൈ ചെയ്താലോ. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിലെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എയർ ഫ്രൈ ചെയ്യാൻ പോകും. ഞാൻ ഓൾറെഡി ടെമ്പറേച്ചർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താൽ മതി. 10 minutes നമ്മൾ ഫ്ലിപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ ഈക്വലി 2 സൈഡും കുക്കായി കിട്ടും. പിന്നെ ഞാൻ അധികം ഡ്രൈ ആക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ആക്കി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഞാൻ അധികം ഡ്രൈ ആക്കുന്നില്ല, എനിക്ക് ജ്യൂസി ചിക്കനാണ് ഇഷ്ടം. അപ്പർ പോർഷൻ നല്ല ക്രിസ്പി ആയിട്ടില്ലേ. ആഫ്റ്റർ 10 minutes ഇപ്പോൾ ഞാനിത് മറിച്ചിടാൻ പോവുകയാണേ ഫോർ ദ റെസ്റ്റ് ഓഫ് 10 minutes. ഓക്കെ, ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എയർ ഫ്രൈഡ് ഗ്രീക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ഞാനിവിടെ ഡിപ്പിംഗ് സോസ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഗ്രീക്ക് ഗോഡസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസിഡന്റ് ചോയ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സോസ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് കഴിക്കാം. ടിപ്പ് ടിപ്പ് ടിപ്പ്. അമ്മ അടിപൊളി. ചൂടാ ആർത്തി കൊടുത്ത് കൊടുപ്പ് അല്ലമ്മ, അടിപൊളി. റാപ്പിനോട് കഴിക്കാം, സാലഡിനോട് കഴിക്കാം, വെറുതെ കഴിക്കാം, ചോറിനോട് കഴിക്കാം. നൈസ്. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ലെറ്റ് മീ നോ. ബൈ.